dear students, welcome back to my channel, your online teacher. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനും +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനും +2നും എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ ഒരു മെഗാ റിവിഷൻ പ്ലാൻ, മെഗാ സൺഡേ സ്റ്റഡി പ്ലാൻ എന്ന് പറയാം. ഇതൊരു സൺഡേ സ്റ്റഡി പ്ലാൻ ആണ്. ബിക്കോസ് എന്താണ്, സൺഡേയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം കിട്ടുന്നത്. ശനിയാഴ്ച വരെ എന്തായാലും നമുക്ക് സ്കൂളുകൾ ഉണ്ടാകും അല്ലേ. സോ ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നത് സൺഡേസിലാണ്. അപ്പോൾ ആ സൺഡേ നമുക്ക് ചിലപ്പോൾ കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ടാവും. സോ അത് അറ്റൻഡ് ചെയ്യണം. സോ അതെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു നല്ലൊരു മെഗാ പ്ലാനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ദെൻ ഇത് വെച്ചിട്ട് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ബാക്കി ദിവസങ്ങളിലേക്ക് നിങ്ങളുടെ പ്ലാൻ ചേഞ്ച് ചെയ്യാം. അപ്പോൾ സൺഡേയിൽ കിട്ടിക്കഴിയുമ്പോൾ ആ സൺഡേയിൽ നിന്ന് എപ്പോഴൊക്കെ നിങ്ങൾക്ക് അല്ലാത്ത ദിവസങ്ങൾ തിരക്ക് വരുമോ അത് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചിട്ട് അതിലേക്ക് ചേഞ്ച് വരുത്തിയാൽ മതി. ഓക്കെ, സോ ഇനിയുള്ള സൺഡേസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വളരെ ക്രൂഷ്യലാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ഇനിയുള്ള എല്ലാ സൺഡേസും അതുപോലെ തന്നെ മറ്റുള്ള ഡേയ്സും നമ്മൾ ഉപയോഗിക്കണം. കാരണം നമുക്ക് +2 ഇംപ്രൂവ്മെൻ്റ് എഴുതാൻ നിൽക്കാൻ പറ്റില്ല. അത് +1 തന്നെ ഇംപ്രൂവ്മെൻ്റ് എഴുതി ഫുൾ മാർക്ക് +1 സ്കോർ ചെയ്ത് ദെൻ +2 എക്സാമിൽ +2 സ്കോർ ചെയ്ത് അങ്ങനെ വേണം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാം. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യുവർ ഓൺലൈൻ ടീച്ചർ ഉണ്ട്. എല്ലാ സബ്ജക്ട്സിൻ്റെയും ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസ് വഴിയെ തന്നെ വരുന്നതാണ്. സോ അത് ഈ പ്ലാൻ ഒന്ന് സെറ്റ് ചെയ്യുക, പയ്യെ പയ്യെ പഠിച്ചു തുടങ്ങുക. +2 ഉണ്ട്, എക്സാംസ് ഉണ്ടല്ലോ, ഓൺ എക്സാം ഒക്കെ ഇനി വരാനുണ്ട്. ദെൻ ഓരോരുത്തർക്ക് യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. +2ൻ്റെ അക്കൗണ്ടൻസിയുടെ എല്ലാം എക്കണോമിക്സിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. പുതിയ വീഡിയോസും ഇതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഈ ഒരു സൺഡേ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും പല പല തിരക്കുകളായിരിക്കും ഉണ്ടാകുക അല്ലേ. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം നമ്മൾ കണ്ടെത്തിയിട്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. എൻ്റെ തിരക്കുകളായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ തിരക്കുകളായിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ട്സിനുള്ളത്. സോ അങ്ങനെ വ്യത്യാസങ്ങൾ വരും. സോ നമ്മുടെ കൃത്യമായിട്ടുള്ള ഗോൾ നമ്മളെ സെറ്റ് ചെയ്ത് ഓരോ ടാസ്കുകൾ നമ്മൾ കണ്ടുപിടിച്ച് ഓരോന്നിനും പ്രയോറിറ്റൈസ് കൊടുക്കുക. അതായത് ഏതിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നെല്ലാം കണ്ടുപിടിച്ച് ഓരോന്നിനും അതിൻ്റെതായ സമയം അലോക്കേറ്റ് ചെയ്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇനി ഇരിക്കേണ്ട സമയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്ജക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് +1 അതുപോലെ തന്നെ +2 സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മെയിൻലി അക്കൗണ്ടൻസി, കൊമേഴ്സിൻ്റെ കാര്യമായിട്ട് പറയുന്നത് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, ദെൻ ബിസിനസ്, ഇത്രയും സബ്ജക്ട്സ് ആണ് വരുന്നത്. സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ഇംപ്രൂവ്മെൻ്റ് എഴുതിയാൽ ചാൻസ് കുറവാണല്ലോ. കാരണം നമുക്ക് എന്തായാലും നല്ല മാർക്ക് സെക്കൻഡ് ലാംഗ്വേജിലും കിട്ടിയിട്ടുണ്ടാകും. ഇനി സെക്കൻഡ് ലാംഗ്വേജ് എഴുതുന്നവരുണ്ടെങ്കിൽ അതുകൂടി ഇവിടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും സബ്ജക്ട്സ് നമുക്ക് കിട്ടി. ഈ സബ്ജക്ട്സിൽ 3 എണ്ണമായിരിക്കും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് +2 നമുക്ക് എല്ലാ സബ്ജക്ട്സും പഠിക്കാനുണ്ട്. സോ ഓരോ ദിവസവും എന്തുമാത്രം പഠിച്ചു തീർക്കണം, എത്ര ചാപ്റ്റർ ഓരോ ദിവസം പഠിച്ചു തീർക്കണം എന്നുള്ള കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ എന്താണ്, ഡിഫിക്കൽട്ട് സബ്ജക്റ്റിന് കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് ആദ്യം പഠിക്കുക. ദെൻ എന്താണ്, വളരെ സിമ്പിളായിട്ടുള്ളത് അവസാനത്തേക്ക് മാറ്റി വയ്ക്കാം. സോ ആദ്യം ബുദ്ധിമുട്ടുള്ളതെല്ലാം പഠിച്ചു തീർത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എല്ലാം ഈസി ആയിട്ടുള്ളതല്ലേ. സോ നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും. കൃത്യമായിട്ട് ബ്രേക്ക് എടുക്കണം. അതുപോലെ തന്നെ ഓരോന്നൊക്കെ ചാപ്റ്റർ പഠിച്ച് തീർന്നതിന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക. ഓ, ഞാൻ ഇത്രയും പഠിച്ച് തീർത്തല്ലോ, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ജസ്റ്റ് ഒന്ന് അഭിനന്ദിക്കുക. അതൊക്കെ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട റിസോഴ്സസ് എല്ലാം മാറ്റി വയ്ക്കുക. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, ബുക്ക് വേണം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നോട്ട്സ് വേണം. PDF നോട്ട്സ് ആണെങ്കിൽ നമുക്ക് മൊബൈലും ആവശ്യമാണ്. കൃത്യമായിട്ട് ഓരോന്നിൽ PDF നോട്ട്സും എല്ലാം ആവശ്യമാണ്. ദെൻ എന്തൊക്കെ ഉപയോഗിക്കുക, പെൻ, പെൻസിൽ, ഹൈലൈറ്റർ, സ്റ്റിക്കി നോട്ട്സ് പോലുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠനം കുറച്ചും കൂടി എന്താകും, എൻജോയബിൾ ആകും. നമുക്ക് കുറച്ചുകൂടി ആസ്വദിച്ച് പഠിക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പല കളർ പെൻസിൽസ് വെച്ച് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പല ഹൈലൈറ്റേഴ്സ് വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകും. നമുക്ക് പഠിക്കാനുള്ള താല്പര്യങ്ങളെല്ലാം കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ക്വയറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് കൂടി തിരഞ്ഞെടുക്കാം. ചിലപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് റൂം ഉണ്ടാകണമെന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അവരവരുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അത്യാവശ്യം ക്വയറ്റായിട്ടുള്ള വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ കൂടി കണ്ടുപിടിക്കാം. ഇത് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം. സൺഡേ സ്റ്റഡി പ്ലാൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചേഞ്ചസ് വരുത്താം. 7 മണിക്ക് എണീക്കാം. ഇനി രാവിലെ തന്നെ അതിരാവിലെ 5 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ എണീക്കാം. ബട്ട് സൺഡേ അല്ലേ, കുറച്ചൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട്
7 മണിക്ക് എണിച്ചാൽ മതിയാകും. 7 മണിക്ക് എണിച്ചിട്ട് 7 മുതൽ 8 വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ജസ്റ്റ് ഫ്രഷ് ആവാനുള്ളവർ ഫ്രഷ് ആവാൻ, എല്ലാം ഉച്ചയ്ക്കായിട്ട് ഫ്രഷ് ആകുന്നതെന്നുള്ളവരുണ്ടെങ്കിൽ അതായാലും മതി. ദെൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വെറുതെ ഒന്ന് ഇതിലൊക്കെ നടക്കുക, വീട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിക്കുക, അങ്ങനെ ഒരു 1 hour അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ദെൻ 8 മണിക്ക് പഠിക്കാനിരുന്നാൽ മതി. വളരെ റിലാക്സ്ഡ് ആയിട്ട് 8 മുതൽ 10 മണി വരെ പഠിക്കാനിരിക്കുക. അപ്പോൾ ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ഒരു 20 to 25 minutes കഴിഞ്ഞാൽ 5 minute ബ്രേക്ക് ജസ്റ്റ് ഒന്ന് എടുക്കുക. 5 or 3 minutes ബ്രേക്ക് എടുക്കുക. ഒരുപാട് ബ്രേക്ക് എടുക്കണ്ട. അത്തരം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ അങ്ങനെ പഠിച്ച് പോകുക. ദെൻ 10 to 10:30 വരെ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആകാൻ പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ നെക്സ്റ്റ് പിന്നെയും 10:30 തൊട്ട്, അപ്പോൾ ഇവിടെ നമുക്കൊരു 2 hour കിട്ടിയിട്ടോ. 8 to 9, 9 to 10, 2 hour നമുക്ക് കിട്ടി. ദെൻ 10:30 to 12:30 വരെ അടുത്ത സ്റ്റഡി സെഷൻ ആണ്. ആ സമയം ഇരുന്ന് പഠിക്കുക. സോ 10:30 to 11:30, 11:30 to 12:30, അപ്പോൾ അവിടെ നമുക്ക് 2 മണിക്കൂർ കിട്ടി. ദെൻ സൺഡേ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാരേജസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനൊക്കെ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. സോ അതിന് നിങ്ങൾക്ക് ഈ 12:30 to 3 PM വരെയുള്ള സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച്, നിങ്ങളുടെ ആ പ്ലാൻ അനുസരിച്ചിട്ട്, അന്നത്തെ തിരക്കനുസരിച്ച് അങ്ങോട്ടും സമയമൊക്കെ മാറ്റും. അപ്പോൾ 12:30 to 3 PM വരെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ദെൻ കറക്റ്റ് 3 മണിക്ക് അടുത്ത സെഷനിലേക്ക് ഇരിക്കുക. 3 to 5 PM വരെ അനദർ 2 hour സ്റ്റഡി സെഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ദെൻ 5 മണി മുതൽ 6 മണി വരെ ഒരു ഈവനിങ് ബ്രേക്ക് ആയിക്കോട്ടെ, ജസ്റ്റ് ചായ കുടിക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുക. ദെൻ അത് കഴിഞ്ഞിട്ട് 6 to 9 വരെ അടുത്ത സ്റ്റഡി സെഷനാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 6 to 7, 7 to 8, 8 to 9 നമുക്കിവിടെ 3 മണിക്കൂർ കിട്ടുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് 9 PM കൂടി നമ്മൾ സൺഡേയിലെ പരിപാടികളെല്ലാം അവസാനിപ്പിക്കുകയാണ് ഈ ഒരു പ്ലാൻ അനുസരിച്ച്. ദെൻ 9 to 10 വരെ ഡിന്നർ, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ദെൻ സ്കൂളിലേക്ക് എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒരു അറൗണ്ട് 10:30 അല്ലെങ്കിൽ 11 PM ഒക്കെ ആകുമ്പോൾ സൺഡേ എന്ത് ചെയ്യാം, ഉറങ്ങാം. അപ്പോൾ 7 മണിക്ക് എണിച്ചാൽ മതി. ഒരു 10:30, 11 മണിയാകും നമുക്ക് ഉറങ്ങുകയും ചെയ്യാം. വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സൺഡേ സ്റ്റഡി പ്ലാനാണത്. അപ്പോൾ ടോട്ടൽ നമുക്ക് സൺഡേ എത്ര അവർ പഠിക്കാൻ കിട്ടും? 2 + 2 4, 4 + 2 6, 6 + 3 9, 9 hours നമുക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. സോ ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ബാക്കി ഡേയ്സിലേക്ക് നിങ്ങൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്